തിരുവനന്തപുരം കമലേശ്വരത്ത് വീടിന്റെ ടെറസിൽ കഞ്ചാവ് വളർത്തിയതിന് അക്കൗണ്ട് ജനറൽ ഓഫീസ് ഉദ്യോഗസ്ഥൻ പിടിയിലായി. രാജസ്ഥാൻ സ്വദേശിയായ ജദിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. 5 ചട്ടുകളിലായി കഞ്ചാവ് നട്ടു വളർത്തുകയായിരുന്നു. ഈ സ്ഥലത്ത് ഈ ടെറസിൻ്റെ ഇവിടെ ഒരു ചെടിച്ചട്ടിയിൽ 5 കഞ്ചാവ് ചെടികൾ, വ്യത്യസ്ത അളവുകളിലുള്ള നീളത്തിലുള്ള 5 കഞ്ചാവ് ചെടികൾ പ്രത്യേകം ചട്ടിയിലാക്കി തന്നെ അതിനുവേണ്ടി വെള്ളമൊഴിച്ച് അതിനുവേണ്ടി പ്രത്യേകം മണ്ണ് സംഭരിച്ച് വെച്ച് വളർത്തുന്ന രീതിയിലാണ് കണ്ടെടുത്തിരിക്കുന്നത്. അത് ജിതിൻ എന്ന് പറയുന്ന 27 വയസ്സുള്ള ഒരാളിനെയാണ് നമ്മൾ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സബ്സിക്വൻ്റ് അന്വേഷണത്തിൽ മാത്രമേ ബാക്കി ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. നിലവിൽ ഈ വീട്ടിൽ ഇപ്പോൾ 3 പേര് താമസിക്കുന്നതെന്നാണ് അറിയുന്നത്. പക്ഷേ വാടക എഗ്രിമെൻ്റ് എല്ലാം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ജിതിൻ്റെ പേരിലാണ്. ഇതിനെ ചോദ്യം ചെയ്തതിൽ അയാൾ തന്നെയാണ് ഇത് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെയാണ് ഇപ്പോൾ പ്രസാദം ചേർത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള സബ്സിക്വൻ്റ് അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ അറിയാൻ പറ്റത്തുള്ളൂ. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഒരു ഗസറ്റഡ് ഓഫീസർ റാങ്കിലുള്ള ഒരു ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥൻ അയാളുടെ കിടപ്പുമുറിയിലും ടെറസിലുമൊക്കെയായി കഞ്ചാവ് വളർത്തുന്നു. അതിന് ഗൗരവം അറിയാതെ ഒന്നും ആയിരിക്കില്ലല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇയാൾ ഈ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്? വിജയകുമാർ, എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടന്നത്. തിരുവനന്തപുരം കമലേശ്വരത്തെ കഴിഞ്ഞ 11 മാസമായി ഈ കസ്റ്റഡിയിലായ രാജസ്ഥാൻ സ്വദേശി താമസിക്കുന്നുണ്ട്. മറ്റ് 2 സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഇവർ താമസിച്ചു വരുന്നത്. എക്സൈസ് സംഘം ഇന്ന് വൈകിട്ടോടുകൂടി വീട്ടിലെത്തുമ്പോഴാണ് 5 ചട്ടികളിൽ കഞ്ചാവ് ചെടി വളർത്തിയ നിലയിൽ കണ്ടെത്തുന്നത്. ഒപ്പം ഈ 2 പാക്കറ്റ് കഞ്ചാവ് വിത്തുകളും എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നുള്ള വിവരം എക്സൈസിന് ലഭിച്ചു. പക്ഷേ ഈ 3 പേരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് രാജസ്ഥാൻ സ്വദേശിയായ ജതിൻ കുറ്റം സമ്മതിക്കുകയായിരുന്നു. താനാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് ഈ രാജസ്ഥാൻ സ്വദേശിയായ ജതിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഏറ്റവും ഗൗരവമുള്ള കാര്യം, ഈ AG's ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ഈ 3 പേരും എന്നതാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം. കസ്റ്റഡിയിലെടുത്ത രാജസ്ഥാൻ സ്വദേശിയെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നതാണ് എക്സൈസ് സംഘം അറിയിച്ചിരിക്കുന്ന കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഫോൺ അടക്കം എക്സൈസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പമുള്ള മറ്റ് 2 പേർക്ക് ഇതിൽ പങ്കില്ല എന്നുള്ള പ്രാഥമിക നിഗമനം മാത്രമാണ് എക്സൈസിനുള്ളത്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ആളുകൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുമെന്നതാണ് എക്സൈസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ.